നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10ാം ദിവസം സന്തോഷകരമായ വാർത്ത പ്രതീക്ഷിക്കുകയാണ് കുടുംബം. അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾ ഒന്നടങ്കവും ആ വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാളികൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മിറാക്കൾ അർജുൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണേ എന്നാണ്. ഒരുപക്ഷെ ആ മിറാക്കൾ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. 9 ദിവസമായി പശ്ചിമഘട്ടത്തിലെ ശിരൂരിൽ മണ്ണിനരികിലേക്ക് ശ്രദ്ധിച്ച കേരളം മുഴുവൻ ആശങ്കയോടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇന്നലെ പാതി ഉത്തരമായി. മലയാളി ഡ്രൈവർ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ച ലോറി ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇന്നലെ. ഇനി ചോദ്യം അർജുൻ എവിടെ എന്നതാണ്. അർജുനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലോറി പുഴയിൽ നിന്ന് ഇന്ന് പുറത്തെടുക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇതിനായുള്ള ട്രാക്ക് അടക്കം ഒരുക്കി കഴിഞ്ഞു. ഇതിനായി സൈന്യം വിവിധ ഉപകരണങ്ങൾ രാത്രിയോടെ തന്നെ സ്ഥലത്തെത്തിച്ചു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ 5 മീറ്റർ ആഴത്തിൽ ലോറി ഉണ്ട് എന്നും അത് അർജുൻ ഓടിച്ചു തന്നെയാണ് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്തെത്താൻ നാവികസേനാ സംഘവും ഈ മുങ്ങൽ വിദഗ്ധരും ശ്രമിച്ചു എങ്കിലും കനത്ത മഴയും പുഴയിലെ അടിയൊഴുക്കും തടസ്സമാവുകയാണ്. ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ ശിരൂർ കുന്നിലും ഗംഗാവലി പുഴയിലും റഡാറും മണ്ണുമാന്തിയും അടക്കമുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് ഒരാഴ്ചയിലേറെയായി തിരച്ചിൽ നടക്കുകയായിരുന്നു. അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ്, അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ, അതുപോലെ തന്നെ ഫെറക് ലൊക്കേറ്റർ അടക്കമുള്ളവ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ലോറി കണ്ടെത്തിയത്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേ ഗൌഡ ആണ് വൈകിട്ട് 3:25 ലോറി കണ്ടെത്തിയത് സ്ഥിരീകരിച്ചത്. ഇന്ന് ലോറിയുടെ അടുത്തെത്തിക്കുവാനും അത് പുറത്തെടുക്കുവാനുമുള്ള ശ്രമമാകും സൈന്യം നടത്തുക. രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് ഇന്ന് സൈന്യത്തിന് മാത്രമാണ് പ്രവേശനം. അർജുൻ ഇനി പുറത്തിറങ്ങിയോ എന്ന ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ലോറിയുടെ ക്യാബിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലോറിക്കൊപ്പം അർജുനും മണ്ണിനടിയിൽ നദിയിൽ തന്നെ വീണിട്ടുണ്ടാവും. ലോറി എഞ്ചിൻ ഓൺ ചെയ്തു വെച്ച് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് അപകടമെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ച് നിർത്തണം. ലോറി കരയിലേക്ക് ബന്ധിപ്പിക്കണം. ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തണം. ലോറി ഇനി പുറത്തെത്തിക്കണം. അതിനുവേണ്ടിയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. നദിയിൽ വലിയ കുത്തൊഴുക്കും അനുഭവപ്പെടുകയാണ്. ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് അതിശക്തമാണ്. ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴയാണ് പെയ്തിരുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലത്തേതുപോലെ തന്നെ ശക്തമായ മഴ ഇന്നും തുടർന്നാൽ തെരച്ചിൽ ദൌത്യം ദുഷ്കരമാകും. കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇന്നലെ ട്രക്ക് കണ്ടെത്തിയത്. കനത്ത മഴയ്ക്കൊപ്പം കാറ്റുകൂടി എത്തിയതോടുകൂടി ഇന്നലെ തെരച്ചിലും മണ്ണ് നീക്കലും നിർത്തിവെച്ചിരുന്നു. 10ാം ദിവസമായ ഇന്ന് നിർണായകമാണ്. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ തലകീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയായി നൽകിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാം അർജുൻ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം.